മഹാഭാരത കഥകളിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. പരസ്ത്രീഗാമിയായ കീചകനെ ഗന്ധർവന്മാർ വധിച്ചെന്ന വാർത്ത നാട് മുഴുവൻ പരന്നു. അജ്ഞാതവാസത്തിനിടയിൽ പാണ്ഡവരെ കണ്ടുപിടിക്കാനായി ദുര്യോധനൻ നാലുപാടും ചാരന്മാരെ നിയോഗിച്ചിരുന്നു. പക്ഷെ എവിടെയും പാണ്ഡവരെ കണ്ടുപിടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരൻ ഭരിക്കുന്ന രാജ്യത്ത് വർഷപാതങ്ങൾ യഥാകാലം സംഭവിക്കുകയും ഭൂമി സസ്യസമൃദ്ധമായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പാണ്ഡവർ വസിക്കുന്നിടം കണ്ടുപിടിക്കാൻ അത് സഹായകമാകുമെന്ന് ഭീഷ്മപിതാമഹൻ അഭിപ്രായപ്പെട്ടു. ഇത് കേട്ട് ത്രിഗർത്ത രാജ്യാധിപനായ സുശർമാവ് ഇങ്ങനെ പറഞ്ഞു. ദുര്യോധനനോടും കർണനോടുമായി സുശർമാവ് പറയുകയാണ്, രാജാവേ, ശല്യവംശജനായ മത്സ്യരാജാവ് പലതവണ നമ്മളെ ആക്രമിച്ചിരിക്കുന്നു. മത്സ്യന്റെ സേനാധിപതിയായ കീചകനോട് നമ്മൾ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ കീചകൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതാണ് തക്കം. നമുക്ക് ആ രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തണം. അതനുസരിച്ച് എല്ലാവരും ത്രിഗർത്ത രാജാവായ സുശർമാവിന്റെ കീഴിൽ യുദ്ധത്തിനായി ഒരുങ്ങി. തങ്ങൾക്ക് അഭയം തന്ന വിരാട മഹാരാജാവിനെ ആക്രമിക്കാൻ വന്ന സുശർമാവിനോട് പൊരുതാൻ യുധിഷ്ഠിരൻ ഭീമനോട് പറഞ്ഞു. സുശർമാവിന്റെ പിടിയിലകപ്പെട്ട വിരാട രാജാവിനെ ഭീമൻ മോചിപ്പിച്ചു. സുശർമാവിന്റെ തലമുടിയിൽ കുത്തിപ്പിടിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരികയും ചെയ്തു. തന്നെ മോചിപ്പിക്കാൻ ഭീമൻ കാണിച്ച സാഹസത്തിനെ വിരാട മഹാരാജാവ് പ്രകീർത്തിച്ചു. യുധിഷ്ഠിരനെ സിംഹാസനത്തിലിരുത്താനും കൽപ്പിച്ചു. യുധിഷ്ഠിരൻ പറഞ്ഞു, അതിൻ്റെയൊന്നും ആവശ്യമില്ല. അങ്ങയുടെ വിജയം വിളംബരം ചെയ്തുകൊള്ളുക. തുടർന്നും കൗരവപ്പട മത്സ്യരാജ്യത്തിനെതിരെ ആഞ്ഞടിക്കാൻ തുടങ്ങി. രാജകുമാരനായ ഭൂമിഞ്ജയൻ എന്ന ഉത്തരനോട് സൈരന്ധ്രി ഇങ്ങനെ പറഞ്ഞു, അങ്ങയെ സഹായിക്കാൻ ബൃഹന്നളയ്ക്ക് കഴിയും. ബൃഹന്നളയ്ക്ക് നന്നായി വില്ല്, അമ്പും വില്ലും കൈകാര്യം ചെയ്യാൻ അറിയാം. അങ്ങനെ സൈരന്ധ്രിയായ ദ്രൗപദിയുടെ അഭിപ്രായത്തിനനുസരിച്ച് ഉത്തരനോടൊപ്പം അർജുനൻ കൗരവപ്പടയെ നേരിടാൻ പുറപ്പെട്ടു. യുദ്ധം ചെയ്യാൻ പേടിയുള്ള ഉത്തരന്റെ പൊങ്ങച്ചവും വീമ്പിളക്കലും കണ്ട് ബൃഹന്നളയ്ക്ക് ചിരി വന്നു. തേരിൽ നിന്നും ഇറങ്ങാൻ പേടിയായ ഉത്തരനെ അർജുനൻ തിരിച്ചു വിളിച്ച് രഥത്തിൽ കയറ്റി, ക്ഷത്രിയനല്ലേ, എന്തിനു പേടിക്കുന്നു എന്ന് ചോദിച്ചു. അങ്ങനെ ബൃഹന്നളയോടൊപ്പം ഉത്തരൻ ശമീവൃക്ഷത്തിന്റെ ചുവട്ടിലെത്തി. അവിടെ പാണ്ഡവരുടെ അമ്പും വില്ലുമെല്ലാം കെട്ടിപ്പൊതിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. മരത്തിൽ മുകളിൽ കയറി അതെടുക്കാൻ ഉത്തരനോട് ബൃഹന്നള ആജ്ഞാപിച്ചു. തിളക്കമാർന്ന വെയിലിൽ വെട്ടിത്തിളങ്ങുന്ന ഗാണ്ഡീവവും മറ്റ് ആയുധങ്ങളും കണ്ട് ഉത്തരൻ അത്ഭുതപ്പെട്ടു നിന്നുപോയി. അപ്പോൾ അർജുനൻ പറഞ്ഞു, ഞാൻ വേഷം മാറിയ അർജുനനാണ്. തുടർന്നുള്ള സംഭവങ്ങളൊക്കെ ബൃഹന്നള ഉത്തരനോട് പറഞ്ഞു. വിശ്വാസം വരാത്ത ഉത്തരൻ ബൃഹന്നളയോട് ചോദിച്ചു, എങ്കിൽ അർജുനന്റെ 10 പേരുകൾ നീ പറഞ്ഞു തരൂ. നാടായ നാടെല്ലാം ജയിച്ചടക്കി ധനം കൊണ്ടുവന്നവൻ ഞാൻ ധനഞ്ജയൻ. പോർക്കളത്തിൽ ശത്രുക്കളെ ജയിച്ചു വന്നവൻ ഞാൻ വിജയൻ. എന്റെ തേരിൽ വെള്ളക്കുതിരകളെ വഹിക്കുന്നവൻ ശ്വേതവാഹനൻ ഞാൻ. ഉത്തര ഫാൽഗുനി എന്ന നക്ഷത്രത്തിൽ ജനിക്കയാൽ, അതായത് ഉത്തര നക്ഷത്രത്തിൽ ജനിക്കയാൽ ഞാൻ ഫാൽഗുനൻ. പണ്ട് മഹാദൈത്യന്മാരോട് പൊരുതാനിറങ്ങിയ എന്റെ തലയിൽ ദേവേന്ദ്രൻ വെച്ചു തന്ന കിരീടത്താൽ ഞാൻ കിരീടി എന്നറിയപ്പെട്ടു. കളത്തിൽ ഞാൻ ബീഭത്സകർമ്മങ്ങൾ ചെയ്യാത്തതുകൊണ്ട് ബീഭത്സു. 2 കൈകൾ കൊണ്ടും ഗാണ്ഡീവൻ തൊടുക്കാൻ ശക്തിയുള്ളവൻ ഞാൻ സവ്യസാചി. ശുദ്ധമായ വർണ്ണമുള്ളതുകൊണ്ട് ഞാൻ അർജുനൻ. ഏതു കാര്യത്തിലും വിജയം നേടുന്നവനായതിനാൽ ജിഷ്ണു. ഉത്സവത്തിൽ തന്നെ മറ്റുള്ളവരെ ആകർഷിക്കയാൽ അച്ഛൻ എനിക്ക് കൃഷ്ണൻ എന്നും പേരിട്ടിരിക്കുന്നു. ഇതെല്ലാം കേട്ട ഭൂമിഞ്ജയൻ എന്ന ഉത്തരൻ എന്ന രാജകുമാരന് ഇത് അർജുനൻ തന്നെയെന്ന് മനസ്സിലായി. ഉത്തരൻ പറഞ്ഞു, ഇനി ഞാൻ അങ്ങയുടെ തേരാളിയാകാം. അങ്ങ് യുദ്ധം ജയിച്ചു വരിക. അങ്ങനെ അർജുനനും ഉത്തരനും കൂടി കൗരവപ്പടയെ നേരിടാൻ പുറപ്പെട്ടു. തങ്ങൾക്ക് അഭയം തന്ന വിരാട മഹാരാജാവിനെ രക്ഷിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടി അർജുനൻ ആദ്യം തന്നെ ദുര്യോധനനെയും ദ്രോണരെയും അശ്വത്ഥാമാവിനെയും ഭീഷ്മ പിതാമഹനെയും യുദ്ധത്തിൽ തോൽപ്പിച്ചു. ഉത്തരൻ ജയിച്ച് രാജസന്നിധിയിലെത്തിയപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, ഇത്രയും മിടുക്കനായ ബൃഹന്നളയുള്ളപ്പോൾ രാജകുമാരന് തോൽവി ഒരിക്കലും സംഭവിക്കുകയില്ല.
ബൃഹന്നളയെ തിരിച്ചറിയാത്ത വിരാട മഹാരാജാവിന് ദേഷ്യം വന്നു. ഈ ഹിജടയാണോ ഈ യുദ്ധം ജയിക്കാൻ സഹായിച്ചത്? എൻ്റെ മകൻ്റെ മിടുക്കല്ലേ. ഉത്തരൻ്റെ പിന്നാലെ തന്നെ ബൃഹന്നളയും രാജസദസ്സിലെത്തി. അപ്പോൾ ഉത്തരൻ പറഞ്ഞു രാജാവിനോട്, ഞാൻ ഒറ്റയ്ക്കല്ല ഈ യുദ്ധം ചെയ്തത്. ഒരു ദേവകുമാരൻ കൂടെയുണ്ടായിരുന്നു. ആ കുമാരനെ 3-4 ദിവസം കൊണ്ട് അങ്ങ് തിരിച്ചറിയും. 3-ാം ദിവസം കുളിച്ച് ശുഭ്രവസ്ത്ര വേഷധാരികളായി പാണ്ഡവർ വിരാട രാജസന്നിധിയിൽ എത്തി. രാജാവ് എല്ലാവരെയും തിരിച്ചറിഞ്ഞു. തുടർന്ന് തൻ്റെ മകളായ രാജകുമാരിയായ ഉത്തരയെ വിവാഹം കഴിക്കാൻ അർജുനനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അർജുനൻ പറഞ്ഞു, ഞാൻ ഒരു പിതാവിൻ്റെ വാത്സല്യത്തോടെയാണ് രാജകുമാരിയെ നോക്കിക്കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ പുത്രനായ അഭിമന്യു ഉത്തരയെ വിവാഹം കഴിക്കട്ടെ. തുടർന്ന് വിരാട രാജധാനി വാദ്യഘോഷങ്ങൾ കൊണ്ട് മുഖരിതമായി. ശ്രീകൃഷ്ണന്റെ അനുഗ്രഹത്തോടുകൂടി ഉത്തരയെ അഭിമന്യു വിവാഹം കഴിക്കുകയും ചെയ്തു. വിരാട മഹാരാജാവ് അവർക്ക് ആനകളെയും കുതിരകളെയും സർവാഭരണഭൂഷിതകളായ ദാസിമാരെയും സമ്മാനിച്ചു. ഇതോടുകൂടി വിരാട പർവം സമാപിച്ചു. മഹാഭാരത കഥകൾ കേൾക്കുന്നതും പറയുന്നതും പുണ്യമത്രേ. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഉദ്യോഗ പർവവുമായി അടുത്ത ഭാഗത്ത് കാണാം.